മാനസാന്തരത്തിൻ്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര തൊഴുക്കൽ സ്വദേശിനി സുവിശേഷിക ഷെർലിൻ സുരേഷിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് ആലാംപൊറ്റ സഭാ ശുശ്രൂഷകനായിരിക്കെ രോഗബാധിതനായി അകാലത്തിൽ ഈ ലോകം വിട്ടുപോയ പാസ്റ്റർ സുരേഷ് ചന്ദ്രൻ്റെ ജീവിത പങ്കാളിയാണ് ഷെർലിൻ സുരേഷ്. എൻ്റെ പേര് ഷെർലിൻ എന്നാണ്. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ദൈവത്തെ അറിയുവാനും സൺഡേ സ്കൂൾ പഠിക്കുവാനൊക്കെ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. എൻ്റെ 11ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുവാനും 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി. അത് കഴിഞ്ഞ് എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ സമയത്താണ് ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നത്. അതായത് ആ സമയത്ത് എൻ്റെ മാതാവിൻ്റെ രോഗമായിരുന്നു അതിനൊരു മുഖാന്തരമായി തീർന്നത്. എൻ്റെ മാതാവ് ആസ്മ രോഗിയായിരുന്നു. മാതാവിൻ്റെ രോഗം കാരണം പലപ്പോഴും എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ആ ഒരു നിലവാരത്തിൽ കൊണ്ടുപോകുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വളരെയധികം നിരാശയും ഭാരമൊക്കെ എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ സമപ്രായത്തിലുള്ളതായ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അതുപോലെ അവരോടൊപ്പം എത്തിച്ചേരുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. അങ്ങനെ എൻ്റെ പ്രീ ഡിഗ്രി പഠന സമയത്ത് എൻ്റെ അക്കൗണ്ടൻസി എക്സാം നടക്കുന്ന ആ ഒരു ദിവസം, അതിൻ്റെ തലേ ദിവസം ഞാൻ വളരെയധികം മാനസികമായി ഭാരപ്പെട്ടു. കാരണം അന്ന് എൻ്റെ മമ്മിക്ക് അസുഖം ഒത്തിരി കൂടുതലായിരുന്നു. എനിക്ക് പഠിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഭാരപ്പെട്ട സമയത്ത് ഞാനെൻ്റെ ബുക്കെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. അങ്ങനെ കുറേ സമയം ദൈവസന്നിധിയിൽ കരഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങുവാനിടയായിത്തീർന്നു. ആ സമയത്താണ് ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുവാനിടയായിത്തീർന്നത്. നീ എൻ്റെ വേല ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ദൈവശബ്ദം കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുവാനിടയായിത്തീർന്നു. അതിനു മുൻപായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഒരു കണ്ടീഷൻ വെച്ചു. കാരണം ഈ ഒരു എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു എക്സാം പാസ്സാകുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാമെന്ന് ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ ആ വർഷം വിജയകരമായി എക്സാം പാസ്സാകുവാനിടയായി. അങ്ങനെയാണ് ഞാൻ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലേക്ക് ദൈവവചനം പഠിക്കാൻ വേണ്ടി കടന്നുപോയത്. അവിടെ BTS എന്ന കോഴ്സിന് ചേർന്ന് എൻ്റെ പഠനം 4 വർഷം വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു. 2001 ഗ്രാജുവേറ്റ് ചെയ്തത്. 2002 എൻ്റെ വിവാഹം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെയാണ് ദൈവം എനിക്ക് തുണയായി നൽകി തന്നത്. അദ്ദേഹം വളരെ ചുറുചുറുക്കുള്ള, ഉത്സാഹമുള്ള, ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ തയ്യാറുള്ള, സന്നദ്ധതയുള്ള ഒരു ദൈവദാസനായിരുന്നു. നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ ഒരു സമയം പോലും റെസ്റ്റില്ലാത്ത വിധത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായി തീർന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞാൻ പന്താവള എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ വിവാഹശേഷം ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെ സൺഡേ സ്കൂൾ പഠിക്കാൻ വേണ്ടിയിട്ട് 67 കുട്ടികളുണ്ടായിരുന്നു. എന്നെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം സാധാരണ ചർച്ചുകളിൽ പോലും അത്രയധികം കുട്ടികൾ പഠിക്കുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്കും ഈ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തനങ്ങളോട് വളരെയധികം താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ വളരെ ഉത്സാഹത്തോടുകൂടെ അവിടെ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. അവിടെ പ്രെയറിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ കടന്നു വരികയുള്ളായിരുന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം ഞാൻ മുട്ടക്കാട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് എല്ലാ ഏരിയകളിലും, എല്ലാ വീടുകളിലും, എല്ലാ ആഴ്ചയിലും ഞങ്ങൾ വിസിറ്റിങ്ങിന് വേണ്ടി കടന്നു പോകുമായിരുന്നു. ഞങ്ങളെ അനുവദിക്കാത്ത 1-2 വീടുകളിൽ മാത്രം കടന്നു പോകുകയില്ല. അത് ശരിക്കും പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തനത്തിന് വളരെയധികം എതിർപ്പുകളുള്ള ഏരിയ ആയിരുന്നു. എങ്കിലും അവർ ഞങ്ങളെ നന്നായിട്ട് അംഗീകരിച്ചു. പക്ഷേ ദൈവസഭ വളരുവാൻ തുടങ്ങി. ആദ്യമായിട്ട് സ്നാനപ്പെട്ട 2 പേര് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്നാനപ്പെടുവാൻ വേണ്ടി മുന്നോട്ട് വന്നു. അങ്ങനെ 20 അംഗങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്കും സംഘടന ഞങ്ങളുടെ ചർച്ചിനെ അംഗീകരിക്കുവാനിടയായി തീർന്നു. അപ്പോഴാണ് സ്ഥലം വാങ്ങണമെന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ടായത്. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം സംഘടനയുടെ സപ്പോർട്ട് കൂടെ തന്നെ, അതുപോലെ തന്നെ മറ്റ് കളക്ഷൻസ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് 8 സെൻറ്റ് സ്ഥലം വാങ്ങി.
വാങ്ങിയ ശേഷം ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികളുടെയും അതുപോലെ ദേവദാസൻ്റെയൊക്കെ അധ്വാന ഫലമായിട്ട് തന്നെയാണ് അവിടെ ഒരു ചെറിയ രീതിയിലൊരു ഹാളും ചെറിയൊരു റൂം, ചെറിയൊരു അടുക്കള അങ്ങനെ പണിതെടുത്തു. പക്ഷേ വാതിലുകളോ ജനലുകളോ ഒന്നും ഉറപ്പില്ലാത്ത അവസ്ഥയായിരുന്നു. ധാരാളം ആൾക്കാർ കടന്നു വരുവാൻ തുടങ്ങി. ഞങ്ങൾക്കറിയാത്ത, ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകാത്ത ഏരിയയിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ കടന്നു വന്നു. അങ്ങനെ ആ സഭാഗോളം നിറഞ്ഞു കവിയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് എത്തപ്പെട്ടു. ദേശത്ത് നിന്നും ആ ദേശത്തിലുള്ളതായ ചില പ്രധാനികൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. പക്ഷേ ഈ സാഹചര്യത്തിലാണ് പ്രശ്നം കടന്നു വന്നത്. അതുവരെയും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു. പെട്ടെന്നാണ് പോലീസ് ഞങ്ങളെ എതിരേറ്റ് വരുവാനിടയായി തീർന്നത്. ആ സാഹചര്യത്തിൽ സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് ഫലമായിട്ട് അവിടെ കടന്നു ചെന്നപ്പോഴാണ് അറിയുന്നത് 5 വ്യക്തികൾ ഞങ്ങൾക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ വേണം. കാരണം ജീവിതത്തിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ആ ഒരു കേസിൻ്റെ പുറകെ ഞങ്ങൾ പോകുവാൻ തയ്യാറായി. അങ്ങനെ ഒത്തിരി കാശ് അതിനുവേണ്ടി ചിലവാകുവാനിടയായി. ഹൈക്കോടതി വരെയും കേസിന് വേണ്ടിയിട്ട് പോയി. പക്ഷേ ഒന്നും വിജയത്തിലെത്തിച്ചേർന്നില്ല. അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ആരാധനയ്ക്കുള്ള ഒരു പെർമിഷൻ ലഭിച്ചു. എങ്കിൽ തന്നെയും ആരാധനയ്ക്കായി കൂടി വന്നപ്പോൾ വീണ്ടും കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നു. ഇതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് വീടിന് നേരെ കല്ലേറ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഭീഷണി, പിന്നെ അടിക്കാൻ വേണ്ടി കടന്നു വരിക, ഞങ്ങൾ പോകുന്ന യാത്രയെ ഞങ്ങൾ ഫോളോ ചെയ്യുക, അങ്ങനെ ഞങ്ങൾ ഇട റൂട്ടിൽ കയറി പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഹൈക്കോടതിയിൽ നിന്ന് വിധിയായി കഴിഞ്ഞ് ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് അറിയത്തില്ല, എവിടെ നിന്ന് അറിയത്തില്ല, ഒത്തിരി ചെറുപ്പക്കാർ ബൈക്കുകളിൽ വന്നിറങ്ങുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങളുടെ കോമ്പൗണ്ടും അതുപോലെ റോഡ് എല്ലായിടവും അങ്ങ് നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ പകച്ചു നിന്നു. പലരെയും ഞങ്ങൾ ഫോൺ ചെയ്തു. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സംഘടനയിൽ നിന്നൊക്കെ പ്രസ്പിറ്റർ അങ്ങനെയുള്ളവരൊക്കെ വന്നു. പക്ഷേ അവരെയൊക്കെ വിരട്ടുന്ന ഒരു അനുഭവമായിരുന്നു. 2002 വിവാഹിതയായി 12 വർഷക്കാലം ഭർത്താവിനൊപ്പം സുവിശേഷവേലയിൽ പങ്കാളിയാവുകയും 2013 ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് 2 പെൺമക്കളുമായി ജീവിത വഴിയിൽ ഒറ്റപ്പെട്ടുപോയ ഷെർലിൻ സുരേഷിൻ്റെ ജീവിതം ദൈവീകമായ പരിപാലനകളുടെ ആകത്തുകയാണ്. അതിനുശേഷം പോലീസ് തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളിവിടെ ആയിരുന്നാൽ ശരിയാകത്തില്ല, നിങ്ങളിവിടെ നിന്ന് പോകണം. അങ്ങനെ ഞങ്ങൾക്ക് പോലീസ് അവിടെ കുറച്ച് നാൾ ഏതാണ്ട് 1 മാസത്തോളം പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് നൽകി തന്നു. പോലീസിൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഞങ്ങൾ അവിടെ ആയിരുന്നത്. അതും കഴിഞ്ഞും ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്നും പിന്നെ കാഞ്ഞിരംകുളത്തേക്ക്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. അവിടെ താമസിച്ചുകൊണ്ട്, കാരണം ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ആരാധന ആവശ്യമാണ്, അവരൊക്കെ പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ്. അതുകൊണ്ട് അവിടെ നിലനിൽപ്പും ആവശ്യമാണ്. ഇന്ന് ആ ഒരു സാഹചര്യത്തിലാണ് ദേവദാസൻ പെട്ടെന്ന് രോഗിയായി മാറ്റപ്പെട്ടു. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് പ്രതീക്ഷിച്ചില്ല. എന്താണ് അസുഖമെന്ന് ഞങ്ങൾ അറിയത്തില്ല. മൂക്കിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് വരുന്ന ആ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ മാറി മാറി ചികിത്സിച്ചു. അവസാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നു. അവിടെ അവർ ENT ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അവർ പറഞ്ഞു മൂക്കിന് വളവുണ്ട്, അതുകൊണ്ട് സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സർജറി ചെയ്യാൻ ആ സമയത്താണ് ദേവദാസന് ഓർഡിനേഷൻ്റെ ആ ഒരു ടൈം വന്നത്. അപ്പോൾ ഓർഡിനേഷന് വേണ്ടിയിട്ട് പോകണമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. അതുകൊണ്ട് അതിന് പോയിട്ട് വന്നിട്ട് സർജറി ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെ അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സമയത്താണ് ദേവദാസൻ അസുഖം വീണ്ടും കൂടുതലാകുവാനിടയായി തീർന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അസുഖം എന്ന് പറയുന്നത് വെജിനേസ് ഗ്രാനുലോമാറ്റോസിസ് എന്ന് പറയുന്ന ഒരു അപൂർവ രോഗമായിരുന്നു. 2 ലക്ഷം പേരുള്ളതിൽ 1-2 പേർക്കാണ് അങ്ങനെയുള്ള അസുഖം ഉണ്ടാകാറുള്ളത്. പക്ഷേ ഈ അസുഖം കണ്ടുപിടിക്കുന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ്. അതിനു മുന്നേ തന്നെ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയപ്പോൾ ന്യൂമോണിയാണ്, ഇൻഫെക്ഷനായി കഴിഞ്ഞു എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ വിട്ടു. അവിടെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പനിയുടെ പ്രയാസത്താൽ ഭാരപ്പെട്ടിട്ടാണ് കടന്നു വരുന്നത്. അങ്ങനെ പിന്നീട് അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടുപിടിച്ചു. ഏറ്റവും ഒടുവിലാണ് ഈ അപൂർവ രോഗമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. എന്നാൽ ആ സമയം ആയപ്പോഴേക്കും അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 1.5 വർഷം പിന്നിട്ട ഒരു സ്റ്റേജായിരുന്നു. എന്നാൽ അസുഖം കണ്ടുപിടിച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ തൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായി കൊണ്ടിരുന്നു.
അങ്ങനെ ഒത്തിരി നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നു. ഏതാണ്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും 1 മാസം 1.5 മാസം പേവാട്ടിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുമായിരുന്നു. അങ്ങനെ കാരണം വാടി കിടക്കാൻ പറ്റത്തില്ല, ഇൻഫെക്ഷൻ ആകും എന്നുള്ള ആ ഒരു ഭയം ഡോക്ടറിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാറ് പറഞ്ഞു നിങ്ങൾ എന്തായാലും പേവാർഡ് എടുക്കണം. അങ്ങനെ പേവാർഡ് ബുക്ക് ചെയ്ത് 1 മാസം 1.5 മാസം അവിടെ കിടക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി കടബാധ്യതയുടെ അനുഭവത്തിലേക്ക് അവശേഷിക്കുവാനിടയായി തീർന്നു. കടം തരാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സാറ് ഞങ്ങളുടെ പരിതാപകരമായ അവസ്ഥ അറിഞ്ഞിട്ട് ഗവൺമെൻറ് പേവാർഡ് അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്നു. അതിന് ഒരു ദിവസം 40 രൂപ മാത്രം അടച്ചാൽ മതി. അങ്ങനെ 1 മാസം അവിടെ കിടന്നു. വീട്ടിൽ വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പനിയായി. വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെ വീണ്ടും 1.5 മാസം അവിടെ കഴിയുകയാണ് ഗവൺമെൻറ് പേവാർഡിൽ തന്നെ. അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വന്നു. വീണ്ടും പനിയായി. അപ്പോൾ ശരിക്കും ആ ബലഹീനമായ അവസ്ഥ, ശരീരം കണ്ടാൽ തന്നെ നമുക്കറിയാം ദുർബലമായ ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഒട്ടും ബലമില്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ വീണ്ടും കൊണ്ടുപോകുന്ന സമയത്ത് ICUവിലാണ് അഡ്മിറ്റ് ചെയ്തത്. പല പ്രാവശ്യം ICUവിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ തന്നെയും തിരിച്ചു വരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അവിടേക്ക് കടന്നുപോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും ഓരോ ദിവസം കഴിയുന്തോറും ആ അസുഖത്തിൻ്റെ അവസ്ഥ ഗുരുതരമായി കൊണ്ടിരുന്നു. ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്നു. ഇന്നും റിസൾട്ട് കിട്ടാനുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ കൊടുത്തിട്ട് റിസൾട്ടുകൾ കിട്ടാനുണ്ട്. അതുപോലും വാങ്ങാതെയാണ് ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. എന്നാൽ ഈ സമയം തന്നെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഉദ്ഘാടനം ക്രമീകരിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ചേർന്ന് ചർച്ചിൻ്റെ പണികളെല്ലാം വളരെ നന്നായിട്ട് ചെയ്തു. അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു. അതൊക്കെ കാണുവാനുള്ള ഭാഗ്യം ദേവദാസന് ലഭിച്ചു. എങ്കിലും ചർച്ചിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനത്തെ സ്നേഹിച്ച് ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് താൻ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യം കാറിൽ ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് ആദ്യമായി പറഞ്ഞത് അവിടുത്തെ പ്രവർത്തനം എങ്ങനെയെങ്കിലും ഡെവലപ്പാക്കി എടുക്കണം എന്നുള്ള ആ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വേറൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. അത്രമാത്രം ദൈവവേലയെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഉദ്ഘാടനം കാണാൻ പറ്റില്ല എന്നുള്ള ആ ഒരു അനുഭവത്തിൽ വളരെയധികം സങ്കടം തോന്നി. വളരെയധികം കരയുവാനിടയായിത്തീർന്നു. അതുവരെയും അദ്ദേഹം കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ആ സമയത്ത് ഭയങ്കരത്തിൽ കരഞ്ഞു. എനിക്ക് ചർച്ചിൻ്റെ ഉദ്ഘാടനം കാണാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ICUവിലാണ് കിടക്കുന്നത്, ഒത്തിരി ഇൻഫെക്ഷൻ ആ ഒരു സ്റ്റേജിലേക്ക് പോകും, അതുകൊണ്ട് കരയരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. ഒന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാനിടയായിത്തീർന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഉദ്ഘാടനം നമുക്ക് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പറയാം, അതിനു വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനിച്ചു. അങ്ങനെ ഞാൻ എല്ലാവരും വിളിച്ചു, സാറിനെയൊക്കെ വിളിച്ചു. ഉദ്ഘാടനം മാറ്റിവെക്കുവാനുള്ള ആ ഒരു കാര്യം ഞാൻ പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഉദ്ഘാടനം മാറ്റിവെച്ചു. സുഖമായി വന്നിട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു ധാരണയായിരുന്നു. 17-ാം തീയതിയാണ് ഉദ്ഘാടനം നടക്കാനിരുന്നത്. എന്നാൽ 19-ാം തീയതി ദേവദാസൻ മരണപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ തലേദിവസവും ഞാൻ ICUവിനകത്തേക്ക് വേറെ ആരെയും കയറ്റി വിടത്തില്ല, എന്നെ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. ഞാൻ അകത്തേക്ക് കടന്നപ്പോഴത്തേക്കും എൻ്റെ 2 കൈയും പിടിച്ചിട്ട് എന്നോട് പറയുവാനിടയായി തീർന്നു, ഞാൻ ഉറപ്പായിട്ട് മരിച്ചു പോകും. എന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് സങ്കടമില്ല, പക്ഷേ നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം അത്രയ്ക്ക് പുറത്ത് പോയി ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ പോലും ഉള്ള ഒരു അറിവില്ല, ഒരു ത്രാണിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ദേവദാസൻ പൊട്ടി കരയുവാനിടയായി. ഞാൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. എന്നാൽ അന്ന് ആ സമയത്ത് രാത്രി 2:30-ക്കാണ് ഞാൻ അകത്തേക്ക് കയറിയത്. അതിനുശേഷമായിട്ട് രാവിലെ ഞാൻ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ആ സമയത്ത് ശ്വാസം പതിയെ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു എങ്ങനെയുണ്ട്, വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഒന്നും പറയാറായിട്ടില്ല. അന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി തീർന്നത്. നേരിടേണ്ടി വന്ന നിരവധിയായ ജീവിത പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും നടുവിൽ ദൈവത്തിലുള്ള ആശ്രയം മാത്രം കൈമുതലാക്കിക്കൊണ്ട് ജീവിതം തുടർന്ന ഷെർലിൻ സുരേഷ് ഇന്ന് നിരവധി ഇടങ്ങളിൽ കർത്താവിനു വേണ്ടി വേല ചെയ്യുന്നു. ഭർത്താവിൻ്റെ മരണസമയത്ത് 9ഉം 4ഉം വയസ്സുകൾ മാത്രമുണ്ടായിരുന്ന 2 പെൺമക്കൾ ഇന്ന് BHMS 2ാം വർഷത്തിനും +2-ലും പഠനം തുടരുന്നു. എന്തൊക്കെ ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്ന സമയത്ത് വീട്ടിലെ എല്ലാവരും കൂടി നിൽക്കുന്നു. ബോഡി ഇവിടെ കിടത്തിയിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അതിനുശേഷം പിറ്റേ ദിവസമാണ്
അടക്ക ശുശ്രൂഷയൊക്കെ നടന്നത് ചർച്ചിലേക്ക് കടന്നുപോയി. ഇവിടെ നിന്നും ചർച്ചിലേക്ക് കൊണ്ടുപോയി. അവിടെ ദേവദാസൻ്റെ ബോഡി അവിടെ കിടത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ കിടക്കുവാൻ താങ്ങുവാൻ കഴിയാത്തൊരു വേദനയായിരുന്നു. കാരണം അതിൻ്റെ ഉദ്ഘാടന കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആഗ്രഹിച്ച മനുഷ്യനാണ്. പക്ഷേ ആ ഒരു അവസ്ഥ എനിക്ക് താങ്ങാനായിട്ട് പറ്റിയില്ല. അവിടെ വെച്ചാണ് ശുശ്രൂഷകളൊക്കെ നടക്കുവാനിടയായി തീർന്നത്. അതിനുശേഷം ഞാൻ ഭവനത്തിലേക്ക് കടന്നു വന്നു. അന്ന് എൻ്റെ മൂത്ത മകൾക്ക് 9 വയസ്സും അതുപോലെ ഇളയ മോൾക്ക് 4 വയസ്സുമാണ് ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്ന് എനിക്കറിയത്തില്ല. അവരുടെ കാര്യം എന്തായിത്തീരുമെന്ന് എനിക്കറിയത്തില്ല. പുറത്തേക്ക് പോയി ഒരു ജോലി ചെയ്തു അങ്ങനെയൊന്നുള്ള ഒരു പരിചയവും എനിക്ക് ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാൽ എല്ലാവരും കൂടെ പറഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ഫീസ് കൺസെഷൻ ചെയ്യണമെന്ന് ഞാൻ സ്കൂളിൽ അവരോട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അവരതിന് തയ്യാറായില്ല. അവർ പറഞ്ഞു കുഴപ്പമില്ല, ഗവൺമെൻറ് സ്കൂളുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നാലും ഞാൻ അവിടെ നിന്ന് ആ സ്കൂളിൽ നിന്നും മേളിലേക്ക് കയറി ആ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ ആ തൂണിൽ വന്ന് ചാരിയിരുന്ന് ഞാൻ കരയുവാനിടയായി തീർന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു ദൈവശബ്ദം എന്നെ കേൾപ്പിച്ചു, നിൻ്റെ ദൈവം വിശ്വസ്തനല്ലേ എന്ന്. ആ ദൈവശബ്ദം കേട്ട് ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് തന്നെ ഞാൻ തിരിച്ചു പറഞ്ഞു, എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ ഇതുവരെയും നടത്തിയത് എൻ്റെ ദൈവമാണ്, ഇതുവരെയും കൊണ്ടുവന്നത് എൻ്റെ ദൈവമാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഞാൻ അത് രുചിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കളെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള വഴി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തരണം എന്ന് ഞാൻ ദൈവത്തോട് പറയുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ആ സ്കൂളിൽ തന്നെ 2 മക്കളെയും പഠിപ്പിക്കുവാനുള്ള ക്രമീകരണം ദൈവം ഒരുക്കി തന്നു. പിന്നെയും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ജോലിക്കൊക്കെ പോയി. എനിക്ക് കിട്ടുന്ന ജോലി ഏത് ജോലിയായിരുന്നാലും അത് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ശുശ്രൂഷയ്ക്കും പോയി കിട്ടുന്ന അവസരങ്ങളൊക്കെ ശുശ്രൂഷയ്ക്കൊക്കെ പോയി ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ എൻ്റെ മൂത്ത മോക്കും ഞാൻ നല്ലൊരു അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവൾ ഒരു മിഷണറി ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്. അവളുടെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വളരെയധികം നിരാശപ്പെട്ടു. വീണ്ടും ട്രൈ ചെയ്തു. അങ്ങനെ 2ാം പ്രാവശ്യം അവൾക്ക് ഹോമിയോ കോളേജിൽ ഒരു BHMS എന്ന കോഴ്സിന് അവൾക്ക് അഡ്മിഷൻ ലഭിക്കുവാനിടയായി തീർന്നു. അത് ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആദ്യത്തെ 10 കുട്ടികളെ സെലക്ട് ചെയ്ത് വിട്ടതിൽ ആ 10 കുട്ടികളിൽ ഒരു കുട്ടിയായിട്ട് അവൾക്ക് ആ കോളേജിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു ഭാഗ്യപദവിയെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇന്നും ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2nd ഇയർ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇളയ മോള് +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിത്രയൊന്നും എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവളും നല്ല മിടുക്കിയാണ്. 2 പേരും പഠിക്കാൻ മിടുക്കരാണ്. ഇളയ മോള് ഇപ്പോൾ +1 പരീക്ഷയിൽ 560ൽ 560 മാർക്കും വാങ്ങുവാൻ ഇടയായിത്തീർന്നു. സയൻസ് ഗ്രൂപ്പാണ് അവളും എടുത്തിരിക്കുന്നത്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പലവിധമാകുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, സങ്കീർണമായ അവസ്ഥകളൊക്കെ കടന്നു വന്നുവെങ്കിലും അവിടെയൊന്നും ദൈവം കൈവിടാതെ വണ്ണം ഇത്രത്തോളം ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി കൊണ്ടുവന്നു. അന്ന് ഞാൻ ഈ 2 കുഞ്ഞുങ്ങളെയും നോക്കിക്കൊണ്ട് ഞാൻ വിചാരിച്ചു, എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തും. പക്ഷേ എങ്ങനെ ഞങ്ങൾ ഇതുവരെ എത്തിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ദൈവം ശരിക്കും പറഞ്ഞാൽ കരം പിടിച്ച് ഞങ്ങളെ കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ അറിയാത്തത് ഒരു ദൈവശക്തിയാൽ ഞാൻ നിറയപ്പെട്ടു. ഞാൻ മുകളിലേക്ക് കുതിക്കുവാനിടയായി. എൻ്റെ കാലുകളൊന്നും നിലത്ത് ഉറയ്ക്കുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ എവിടേക്കോ അങ്ങനെ നീന്തി നടക്കുന്നത് പോലെയൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു. ആ സമയത്ത് പെട്ടെന്നൊരു ദൈവശബ്ദം എന്നെ കേൾപ്പിക്കുവാനിടയായി തീർന്നു. അതിനു മുന്നേ ആ ദൈവശബ്ദം കേൾക്കുന്നതിന് മുന്നേ ഒരു സീനറി ദൈവം എന്നെ കാണിച്ചു. ഒരുപാട് ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ ഒരു സ്റ്റേജിൽ ഇരിക്കുകയാണ്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള സൗന്ദര്യമാണ്. അത് കണ്ടിട്ട് ഞാൻ വിചാരിക്കുന്നു, എൻ്റെ ചേട്ടായിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഭയങ്കരമായ തേജസ്സായിരുന്നു മുഖത്ത്. ആ ഒരു സമയത്താണ് ആ ശബ്ദം കേട്ടത്, എൻ്റെ ദാസൻ എൻ്റെ അടുക്കൽ തന്നെയുണ്ട്, ധൈര്യപ്പെട്ട് എൻ്റെ വേല ചെയ്യുക എന്ന്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഉറയ്ക്കുവാനും ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോട് ശുശ്രൂഷിക്കുവാനൊക്കെ ഉള്ള ഒരു അവസരം ദൈവം തരുന്നത് അതിനുശേഷമാണ് ഞാനൊന്ന് ബലപ്പെടുവാൻ ഇടയായിത്തീർന്നത്. അത് എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ബലപ്പെട്ടു. അതുവരെയും ഞാൻ കാണാതെ പഠിച്ച് പ്രസംഗം എഴുതിയായിരുന്നു ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവദാസനോടൊപ്പം ശുശ്രൂഷയ്ക്കൊക്കെ കടന്നു പോകുമായിരുന്നു. 12ാമത്തെ വയസ്സിൽ തന്നെ പ്രവചന ശുശ്രൂഷ ദൈവം എനിക്ക് നൽകി തന്നു. അതുകൊണ്ട് മിക്കവാറും അവസരങ്ങൾ ഞാൻ പ്രസംഗിക്കാറില്ല. കാരണം ഞാൻ കാണാതെ പഠിക്കുക എന്നുള്ള വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് ദേവദാസൻ പ്രസംഗിച്ച ശേഷം ആ പ്രവചന ശുശ്രൂഷ മാത്രം ഞാൻ നിർവഹിക്കുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ ദേവദാസൻ മരണപ്പെട്ടതിന് ശേഷം എത്ര സമയം വേണമെങ്കിലും ദൈവസന്നിധി ശുശ്രൂഷിക്കുവാനുള്ള ഇത് ദൈവം എനിക്ക് നൽകി തരും.
യാതൊരു പ്രിപ്പറേഷനും കൂടാതെ ശുശ്രൂഷിക്കുവാനുള്ള കാര്യങ്ങൾ ദൈവം എനിക്ക് നൽകി തരുന്നുണ്ട്. 2 മണിക്കൂറായിരുന്നു, 2.5 മണിക്കൂറായിരുന്നാലും അനായാസനം ശുശ്രൂഷിക്കുവാൻ ദൈവം ഇന്നും എന്നെ ബലപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ WMC ക്യാമ്പുകളിൽ, അതുപോലെ CA ക്യാമ്പുകളിലൊക്കെ പോയി ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തരുന്നുണ്ട്. അതുപോലെ VBS മിനിസ്ട്രിയിലും ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആ സമയം മുതൽ തന്നെ എൻ്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ VBS മിനിസ്ട്രിയിലേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഞങ്ങളുടെ ചർച്ചിൽ മാത്രം VBS നടത്തി ആ ഒരു നിലവാരത്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവം എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇന്നും അനേകം ചർച്ചകൾ കടന്നു പോകുവാനും VBS പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് ധാരാളം അവസരങ്ങളൊക്കെ നൽകി തരുന്നുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ടാണ് കടന്നു പോകുന്നത്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ റിലീസാവാനും മൈൻഡ് ഫ്രീ ആവാനൊക്കെ ഉള്ളൊരു നല്ലൊരു മെഡിസിൻ ആയിട്ടാണ് ഞാനത് കാണുന്നത്. അങ്ങനെ ദൈവം എന്നെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നൽകി തരുന്ന അവസരങ്ങളൊക്കെ ഒന്നും പാഴാക്കാതെ വണ്ണം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അതിൻ്റെ പൂർത്തീകരണം ഒക്കെ അത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. പലപ്പോഴും നേരത്തെയൊക്കെ ഞാൻ മരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ മനസ്സിൽ കർത്താവ് കുറച്ച് നാളുകൾ കൂടെ ഞാനും കൂടെ മരിച്ചു പോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലല്ലോ, അവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി വിടണം, ആ ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുവരെയും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ജോലിക്ക് വേണ്ടിയൊക്കെ ഞാൻ കടന്നു പോകുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇത് കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത മകൾക്ക് 9 വയസ്സ് പ്രായമാണ് ഉണ്ടായിരുന്നത്. അന്ന് അവൾ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അവൾ ശ്രീ വിദ്യാധിരാജ ഹോമിയോ മെഡിക്കൽ കോളേജിൽ BHMS എന്ന കോഴ്സിന് 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് ഇളയ മകൾക്ക് 4 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. അവളന്ന് LKGയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അവൾ +2 പഠിക്കുന്നുണ്ട്. വളരെ മിടുക്കിയായി പഠിക്കുന്നുണ്ട്. +1 എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് വാങ്ങിക്കുവാൻ ദൈവം അവളെ ബലപ്പെടുത്തി. +2 ഫുൾ മാർക്ക് ലഭിക്കണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയും ചോദിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആത്മീകമായി ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏത് നിലവാരത്തിലാണോ അപ്രകാരം ദൈവനാമത്തിന് വേണ്ടി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പ്രയോജനപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അനേകർക്ക് ആശ്വാസമായി ദൈവത്തിൻ്റെ വചനവുമായി ഷെർലിൻ സുരേഷ് തൻ്റെ ജീവിതം തുടരുകയാണ്. അനേകയിടങ്ങളിൽ സുവിശേഷ പ്രസംഗികയായി അനേക ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടിക്കൊണ്ട് ഷെർലിൻ സുരേഷ് തൻ്റെ ജീവിതം തുടരുന്നു. നെയ്യാറ്റിൻകര തൊഴുക്കൽ സ്വദേശിനി സുവിശേഷിക ഷെർലിൻ സുരേഷിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. ആശ്വാസമേശു, ആശ്രയമേശു, പ്രത്യാശയെന്നേശു.